ലോകമൊട്ടാകെ നോക്കിയാൽ ഇന്ത്യ വളരുകയാണ്. ഈ വളരുന്ന ഇന്ത്യക്ക് കൈത്താങ്ങാകുന്നത് പുതിയ സംരംഭകരാണ്. ഇങ്ങനെ ഒരു സംരംഭകനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഒരു റെസ്റ്റോറന്റിൽ നിന്ന് വെയിറ്ററായി തുടങ്ങി ഇന്ന് മംഗളം മാഗസിന്റെ ടോപ്പ് ബിസിനസ് പേഴ്സൺ ലിസ്റ്റിൽ എത്തി നിൽക്കുന്ന ജസ്പേഡ്, ഡയമണ്ട് സ്പൂൺ എന്നീ വെഞ്ചേഴ്സിന്റെ സ്ഥാപകനായ ശ്രീ നിഷാദ് അബൂബക്കർ. വെൽക്കം സർ. സർ, ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു റെസ്റ്റോറൻറ്റിലെ വെയിറ്ററിൽ നിന്ന് ഒരു ടോപ്പ് ബിസിനസ് പേഴ്സൺ ലിസ്റ്റിൽ വരെ എത്തുക അതത്ര നിസ്സാരമായ കാര്യമല്ലല്ലോ. അതെങ്ങനെയാണ് സാർ അച്ചീവ് ചെയ്തത്? അതായത് ബിസിനസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നു. പക്ഷേ ഞാൻ കണ്ടെടുത്തോളം വളരെ ടഫായിട്ടുള്ള ഒരു ഏരിയയുടെ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഞാൻ അന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ ഒരു വെയിറ്ററായിട്ട് കയറിയപ്പോൾ അത് ഇത്ര കണ്ട് ഉന്നതിയിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളത്. അന്ന് ഞാൻ വെയിറ്റർ ജോലി ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഞാനില്ല. ഒരു പക്ഷെ എവിടെയെങ്കിലും ഒരു എംപ്ലോയി ആയിട്ട് കാലം കഴിച്ചത്. പക്ഷെ അന്ന് ആ ഒരു റെസ്റ്റോറൻറ്റ് അവിടെ ഫാദറിൻ്റെ ഒപ്പം ഒരു വെയിറ്ററായിട്ട് കയറി 2.5 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. അങ്ങനെ ജോലി ചെയ്തപ്പോഴാണ് തോന്നിയത് എന്തുകൊണ്ട് സ്വന്തമായിട്ട് അവിടെ തുടങ്ങിക്കൂടാ. ആ ഒരു ചിന്തയിൽ നിന്നാണ് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നു. അങ്ങനെ 2ആയി, 3ആയി, 4ആയി, അങ്ങനെ 14ഓളം ചെയിൻ റെസ്റ്റോറൻറ്റുകൾ തുടങ്ങാൻ സാധിച്ചു. ആ റെസ്റ്റോറൻറ്റ് തുടങ്ങി അതിൽ നിന്നുള്ള ചെറിയ പുതിയ ഇൻസൈറ്റുകൾ കിട്ടി. അപ്പോൾ അതിൽ നിന്നാണ് മനസ്സിലായത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യുവാനുണ്ട്. അങ്ങനെയാണ് വീണ്ടും പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തിയിട്ട് ഇന്ന് ജസ്പേഡിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ സ്ട്രഗിൾ ആയിരുന്നു. അപ്പം സാർ ഫേസ് ചെയ്ത സ്ട്രഗിൾസ് ആയിരുന്നു സാറിന്റെ ലെസൺസ് എന്ന് പറയുന്നത് അല്ലേ? തീർച്ചയായും. അതായത് ഒരു വെയിറ്റർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, എനിക്ക് 12 മണിക്കൂർ ജോലിയില്ല. 12 മണിക്കൂർ എന്ന് പറയുമ്പോൾ അത്രയും റെസ്റ്റ് കിട്ടില്ല. മാക്സിമം ഒരു 1/2 മണിക്കൂർ റെസ്റ്റോറന്റ് ഇടയിൽ ഇരിക്കാൻ പറ്റും. അത് വൈഫ് പറയും, ഈ നടന്നിരുന്നെങ്കിൽ തിരുവനന്തപുരത്ത് എത്താൻ. അത്രയും ഒരു ദിവസം നടന്നിട്ടുണ്ട്. അത്ര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. അങ്ങനെ അവിടെ നിന്നാണ് പിന്നീട് സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറന്റ് തുടങ്ങാൻ സാധിച്ചത്. അപ്പൊ ഞാനത് മനസ്സിലാക്കിയ കാര്യം, ഇന്ന് പലരും ഇവിടെ ഇതേപോലെ റെസ്റ്റോറന്റുകൾ തുടങ്ങുന്നുണ്ട്. അവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഒരു റെസ്റ്റോറന്റിൽ ജോലി ചെയ്യാതെയോ അതല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റിൽ പാർട്ട്ണർഷിപ്പ് എടുത്ത് അത് പഠിക്കാതെയോ 2 കൊല്ലമെങ്കിലും ഒരു സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറന്റ് തുടങ്ങരുത്. തുടങ്ങിയില്ല, അങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ വിജയ സാധ്യത എൻ്റെ നോട്ടത്തിൽ 5% ഉള്ളൂ. സാർ, അപ്പോൾ നമ്മുടെ ജസ്പേഡ് പ്രോജക്റ്റിലേക്ക് വരാം. നമ്മൾ ഈ പ്രോജക്റ്റ് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ ഫോളോവേഴ്സിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്റ്റുകൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് വന്നിട്ടുണ്ട്. അതിലൊന്നാണ് ആട് തേക്ക് മാഞ്ചി എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ കൊണ്ട് വരുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒത്തിരി സംശയങ്ങൾ തോന്നാം. അതിനെപ്പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? അതായത് ഇവിടെ പണ്ട് നടന്നൊരു സ്കാമാണ് ഈ ആട് തേക്ക് മാഞ്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് വ്യത്യസ്തങ്ങളായ സ്കാമുകളായിരുന്നു കേട്ടോ, ഒറ്റ സ്കാം അല്ലത്. അപ്പൊ അതിലേക്ക് അറിയാൻ സാധിച്ചത്, പണ്ട് കോഴിക്കോടുള്ള ഒരു അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി പാലക്കാട് പോയിട്ട് ഒരു പ്രൊജക്ട് തുടങ്ങുന്നു. അവിടെ തുടങ്ങിയപ്പോൾ തന്നെ പേര് വരെ മാറ്റിയാണ്. അപ്പൊ അത് ഓൾറെഡി സ്റ്റാർട്ടിങ്ങിലെ തന്നെ ആളുടെ ഉദ്ദേശ ലക്ഷ്യം, അത് എനിക്ക് കുറച്ച് പൈസ വേണം, അതിന് കുറച്ച് ആൾക്കാരെ പണം തട്ടിക്കണം. ആ ഉദ്ദേശ ലക്ഷ്യം അത് ആദ്യമേ തന്നെ നെഗറ്റീവായിരുന്നു. അങ്ങനെ പുള്ളി തുടങ്ങി, കുറെ പേരിന് ആ ഒരു പേരിൽ പൈസ വാങ്ങി, അതിൽ കുറെ പേര് ചതിക്കപ്പെട്ടു. അങ്ങനെ നിൽക്കുകയാണ് സത്യം പറഞ്ഞ കേരളം. പക്ഷെ ഇപ്പോഴും ഈ എന്ത് പറഞ്ഞാൽ ആളുകൾ പെട്ടെന്ന് ആ ഒരു ചിന്തന മനസ്സിലേക്ക് വരുന്നു. അപ്പൊ ഞങ്ങൾ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോഴും ഞങ്ങളുടെ മുമ്പിൽ 2 ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ഒന്ന്, ചന്ദനം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ആദ്യം മുന്നിലേക്ക് ഓടി വരുന്ന ബ്രാൻഡ് അംബാസഡർ ഉണ്ട്, അതായത് വീരപ്പൻ അല്ലെ. അപ്പോ വീരപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം ചന്ദനത്തിനെ ഒരു നല്ല ലെവലിൽ പൊക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ചിന്തിച്ചത്, എന്തുകൊണ്ടായിരിക്കും വീരപ്പൻ ഇവിടെ പല മരങ്ങളുണ്ട്, തേക്കുണ്ട്, പ്ലാവുണ്ട് അല്ലെ, പല മരങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും ഈ ചന്ദനം തന്നെ മോഷ്ടിക്കാൻ കാരണം? അപ്പോൾ കാര്യം മനസ്സിലായി, ചന്ദനത്തിന് നല്ല റേറ്റ് ഉണ്ട് അല്ലെ. അത് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിക്കാൻ തീരുമാനിച്ചു. കാരണം വെച്ചാല് എന്തൊരു കാര്യം റിസ്ക് ഉള്ളത് ചെയ്താൽ നമുക്ക് അതിൽ സക്സസ് ആവാൻ പറ്റുന്നു. മാത്രമല്ല, ആരും ചെയ്യാത്ത യുണീക്ക് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ ചെയ്താൽ സക്സസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരും ചെയ്യാമെന്ന് മൈൻഡിൽ കുറച്ചുണ്ടായിരുന്നു. കാരണം 25-22 വർഷം കഴിഞ്ഞപ്പോഴാണ് ചിന്ത വന്നത്. കുറെ നാളായി ഈ റെസ്റ്റോറൻറ്റും കാറ്ററിംഗും ഈവന്റ് മാനേജ്മെന്റും പോയപ്പോൾ ഒരു ചേഞ്ച്. അപ്പൊ അങ്ങനെ തോന്നിയപ്പോൾ എല്ലാവർക്കും അറിയാം, ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു ഫിനാൻഷ്യൽ വെഹിക്കിൾ എന്നാ പറയാം. നമ്മുടെ ബിസിനസ് പൈസ ഉണ്ടാക്കാൻ ഒരു വണ്ടിയാണ് ശരിക്കും പറഞ്ഞ ബിസിനസ്. ഈ വണ്ടി ആര് ഏത് തെരഞ്ഞെടുക്കുന്നു അതിനനുസരിച്ചായിരിക്കും
നമ്മളിലേക്ക് പണം വരുന്നത്. അപ്പോൾ ഞാൻ 22 വർഷം എൻ്റെ വർക്കിൽ ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റ്, ഈവന്റ് മാനേജ്മെന്റ്, കാറ്ററിംഗ് മേഖലയായിരുന്നു. പക്ഷെ അവിടെ ഒരു റിയാലിറ്റി മനസ്സിലാക്കിയത് അതിൽ നിന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും സക്സസ് ആവാൻ പറ്റും. പക്ഷെ അതിലൂടെ എൻ്റെ കൂടെ ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്. അവരെ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോഫിറ്റ് വെച്ചിട്ട് ഒരിക്കലും ഒരു സക്സസ് എന്ന രീതിയിലേക്ക് എത്തിക്കാൻ പറ്റില്ല. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ലുലു യൂസഫ് അലിഖാനെ സംബന്ധിച്ച് 57,000 സ്റ്റാഫ് അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു നോട്ടത്തിൽ ഈ 57,000 സ്റ്റാഫുകളും എന്തെങ്കിലും സക്സസ് ആയെന്ന് പറയാൻ പറ്റും. ഞാൻ ലുലുവില് ജോലി ചെയ്തിട്ട് ബെൻസ് കാർ വാങ്ങി എന്ന് പറയാൻ പറ്റും. അതേ ഒരു ചിന്തയാണ് എനിക്കും വന്നത്. അങ്ങനെ ചിന്തിച്ചപ്പോൾ മനസ്സിലായത് ഇത് മറ്റുള്ള ഇവിടെയുള്ള സാധാരണക്കാർക്കും ഉപകാരമാകുന്ന രീതിയിൽ ഒരു പുതിയൊരു ഫിനാൻഷ്യൽ വെഹിക്കിൾ, അതിൽ കുറച്ച് സാധാരണക്കാരെ കയറ്റുന്നു, ലക്ഷ്യത്തിലെത്തിക്കുന്നു. അപ്പൊ ഞാനും ആ ഒരു സമ്പന്നൻ, ആ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രൊജക്ട് തുടങ്ങി വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതേപോലുള്ള സ്കാമുകൾ പലതും വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അവിടെ ഇല്ലാതിരിക്കുന്ന കുറെ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇല്ലാന്ന് വെച്ചാൽ അത് ടോട്ടൽ 100% സ്കാം ആയിട്ടായിരുന്നു. ഇതെങ്ങനെ ലീഗലായിട്ട്, അതാണ് ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം ലീഗലായിട്ട്, അതായത് ഭൂമിയിൽ ഏറ്റവും വലിയ സുരക്ഷിതമായ നിക്ഷേപം ഏതെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ആൻസർ ഉള്ളൂ, അത് ഭൂമി തന്നെയാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം വയനാട് വലിയൊരു ദുരന്തം കഴിഞ്ഞല്ലോ. ആ ദുരന്തം കഴിഞ്ഞിട്ടും അവിടെ അറിയാൻ സാധിച്ചത് ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് 60 പവൻ സ്വർണം ഒരു വീട്ടിലുണ്ടായിരുന്നു. ഒഴുകിപ്പോയി. കാറ്, വീട്, ഇതൊക്കെ ഒഴുകിപ്പോയി. ഉണ്ടായിരുന്ന സ്വത്തൊക്കെ പോയവരെ. പക്ഷെ അവിടെ ബാക്കിയുള്ള ഒന്നുണ്ട്, അവരുടെ സ്ഥലം, ആ ഭൂമി അവിടെ ഉണ്ട്. അതാണ് എത്ര വന്നാലും നമ്മളെ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് ഭൂമി എന്ന് പറയാൻ കാരണം. അപ്പൊ ഞങ്ങൾ ചെയ്യണത് ആദ്യം ഒരു കസ്റ്റമർ, ഇപ്പൊ താങ്കളാണെങ്കിൽ താങ്കളുടെ പേരിൽ ഞങ്ങളെ പ്രൊജക്ട് ഇത്രയേ ഉള്ളൂ. കേരളത്തില് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള എല്ലാ ജില്ലയിലാണെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് 100 ഏക്കർ സ്ഥലം, ഓക്കെ, അങ്ങനെ 14 ജില്ലയ്ക്ക് കൃഷിക്ക് അനുയോജ്യമാണെങ്കിൽ 1400 ഏക്കർ. അങ്ങനെ 1400 ഏക്കറിനെ 5 സെന്റിന്റെ പ്ലോട്ട് ആക്കിയിട്ട് സാധാരണക്കാർക്ക് വിൽക്കാം. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ താങ്കൾക്കാണെങ്കിൽ ഈ 5 സെന്റ് ഭൂമി എവിടെയാണോ ഇഷ്ടപ്പെട്ടത് അത് ആദ്യം കൂടി കാണിച്ചിരുന്നു. മറ്റേ സ്കാമിൽ അത് ഇല്ല കേട്ടോ, ഇല്ല, നേരിട്ട് കാണിച്ച് നമ്മൾ ആൾക്കാർക്ക് മനസ്സിലാക്കുന്നുണ്ട്. അവിടെ കാണലൊന്നുമില്ല, കാണിച്ചു ബോധ്യപ്പെടുത്തി അവർക്ക് ആ സർവേ നമ്പറും കാര്യങ്ങളും വെച്ചുകൊണ്ട് തന്നെ അന്ന് തന്നെ കരാർ എഴുതി അടുത്ത ദിവസം രജിസ്റ്റർ ചെയ്തിട്ട് അവരുടെ പേരിൽ പോക്കുവരവ് ചെയ്തു. പിറ്റേ ദിവസം തന്നെ രജിസ്ട്രേഷൻ, എല്ലാം പെട്ടെന്ന് കണ്ട് ഇഷ്ടപ്പെട്ട അത് ചെയ്യാൻ എല്ലാ സജ്ജീകരണങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നു. അതിനുശേഷം താങ്കളോട് ചോദിക്കാണ് അവിടെ ഒരു 20 ചന്ദനത്തെ വെച്ചത്. ഓക്കെ, ആ 20 ചന്ദനത്തയുടെ പ്രൊട്ടക്ഷൻ, പരിപാലനം, അതിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏറ്റെടുക്കണം. ഓക്കെ, അപ്പൊ എന്താ ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾ കൃഷിക്കായിട്ട് അവിടെ വരണ്ട. പിന്നെ എവിടെ ഇപ്പൊ വയനാടാണ് വിചാരിക്കുക. ഇപ്പൊ വയനാട് ഞങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ വയനാട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അവിടെ ഭൂമി രജിസ്റ്റർ ചെയ്തു. പിന്നെ എപ്പോഴും വയനാട് വരേണ്ട കാര്യമില്ല. അതിന് ഞങ്ങൾ ചെയ്യുന്നത് CCTV ക്യാമറ ആക്സസ് മൊബൈലിലേക്ക് തരും. കറക്റ്റായിട്ട് ആൾക്കാർക്ക് മോണിറ്റർ ചെയ്യാൻ. അതായത് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഭൂമി നമുക്ക് കാണാം, നമ്മുടെ ചന്ദനത്തെയും നമുക്ക് കാണാം, ഇത് എത്ര വളർച്ചയായിരുന്നു കാണാം, അവിടെ കള്ളം കയറുന്നുണ്ടോ. അവിടെ വേറെ പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ അവിടെ സംസാരിക്കുന്നത് പോലും നമ്മുടെ ഫോണിൽ കേൾക്കാൻ പോകുന്നത്. അപ്പൊ അത്രത്തോളം ഞങ്ങൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇവിടെ പ്ലസ് പോയിന്റ് കർഷകര് വയനാട്ടിൽ ഒരുപാട് പേരുണ്ട്. ഇവരെല്ലാം അവിടെ ഭൂരിഭാഗം പേരും ഫ്ലോപ്പാണ്. അപ്പൊ ഇവിടെ ഞങ്ങൾ ചെയ്യുന്ന വെച്ചാൽ ഈ ഓൾഡ് ജനറേഷന്റെ കൃഷി ന്യൂ ജനറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി കൂടെ ആഡ് ചെയ്യും. കാരണം അവരുടെ ഒരു പരമ്പരാഗതമായി പൊക്കോണ്ടിരുന്നതിൽ നമ്മൾ ടെക്നോളജി കൂടെ ആഡ് ചെയ്തു. തീർച്ചയായും ചെയ്യുന്ന ചന്ദനം ഏറ്റവും വലിയ ചന്ദനത്തിന്റെ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മോഷണമാണ്. അപ്പൊ ഈ മോഷണം തടയാൻ വേണ്ടിയിട്ട് ഞങ്ങള് അവിടെ ക്യാമറ, അതോടൊപ്പം തന്നെ ഇലക്ട്രിക് ഫെൻസിങ് ആണ്. ഓക്കെ, എല്ലാത്തിനും മൊത്തം ഷോക്ക് കൊടുത്തേക്കാണ്. പിന്നെ ചെയ്യുന്ന വെച്ചാൽ 15 അടി ഹൈറ്റിലാണ് ഇതിന്റെ ഫെൻസിങ് സെറ്റ് ചെയ്യണത്. പിന്നെ സെക്യൂരിറ്റി ഗാർഡ്സ്. ഈ വയനാട് ആയതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ ശല്യങ്ങളൊന്നും അധികം ഉണ്ടാവില്ല, അങ്ങനത്തെ സെറ്റിംഗ്സ് വന്നാൽ തന്നെ ഇത്ര ഹൈറ്റിലാണ് ചെയ്യുന്നത്. പിന്നെ മോഷ്ടാക്കൾക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ അത് ചെയ്യുന്നുണ്ട്. ഡോഗ്സിന്റെ സെക്യൂരിറ്റി, പിന്നെ എന്താണ് ടെക്നോളജി, അതായത് ഓരോ മരത്തുമലും നമ്മൾ ചിപ്പ് സെറ്റ് ആക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഗുണം എന്ന് വെച്ചാൽ ചിപ്പ് വയ്ക്കുന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരത്തിൽ ലോഹം കൊണ്ട് സ്പർശിച്ചു കഴിഞ്ഞാൽ 10 ഫോണിലേക്ക് മെസ്സേജ് അലർട്ട് വരും. 10 ഫോണിലേക്ക്? അതായത് ഒന്ന് ഇപ്പൊ ഞാൻ താങ്കൾക്ക്, പിന്നെ ഒന്ന് എനിക്ക് വരും, ഒന്ന് ഇതിന്റെ ഒരു സെല്ലർ ഉണ്ട്, പിന്നെ അങ്ങനെ ഞങ്ങളെ ഓഫീസിലേക്ക്, അങ്ങനെ പല സ്ഥലങ്ങളും അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാവരെയും അവെയർ ആക്കാൻ സാധിക്കും.
ഇവൻ അടുത്ത് നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വരെ കൊടുക്കും. ഓ അത് കൊള്ളാം. അപ്പൊ അത്തരത്തില് പ്രൊട്ടക്ഷൻ എല്ലാം കൂടെ നമ്മൾ ചെയ്തു വരുന്നത്. അപ്പൊ ഇത് നേരത്തെ പറഞ്ഞ പോലെ സ്കാം ഇതൊന്നുമില്ല. അവര് എവിടെയോ ഒരു ഭൂമി ഉണ്ടെന്ന് പറഞ്ഞു, അതിൽ വിശ്വസിച്ച് പണം കൊടുക്കുന്നു, അന്വേഷിച്ച ഭൂമിയിലൊന്നുമില്ല. ഒരു വെള്ളി വെളിച്ചത്തിന് പുറകെ പോണ പോലെ. മനസ്സിലായി. പണ്ട് ഈ ടെക്നോളജി ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ആൾക്കാർ അധികം 1000 രൂപ കൊടുത്ത 10,000 രൂപ കിട്ടും എന്ന് പറയുമ്പോൾ അതിന്റെ പുറകെ പോകും. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ആൾക്കാർക്കാണെങ്കിലും ഈസി ആയിട്ടും ആക്സസ് ചെയ്യാൻ പറ്റും ഓരോ കാര്യങ്ങളും. പിന്നെ മാത്രമല്ല ഇപ്പൊ എല്ലാവരും നോക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, ആരാണ് ഈ പ്രൊജക്ട് റൺ ചെയ്യണെന്നുള്ളത്. മറ്റേത് ഏത് പറഞ്ഞ അനീഷ് പേര് മാറ്റി ചെയ്തു, അവിടെ നോക്കുന്നില്ല. പക്ഷെ ഇന്ന് ആളുകൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. അവര് ചെല്ലുമ്പോ തന്നെ നോക്കുന്ന കാര്യം ആരാണ് ഈ പ്രൊജക്ട്, അതായത് ഇതിന്റെ കപ്പിത്താൻ ആരാണെന്ന് നോക്കാം ഫസ്റ്റ് ആണ്. അപ്പൊ ചന്ദ്രകൃഷി എന്ന് പറയുന്ന കപ്പല് ഓടിക്കുന്ന കപ്പിത്താൻ ആരാണ്? അപ്പൊ എന്താ ഗുണം എന്ന് വെച്ചാൽ കപ്പിത്താൻ എന്താണ് എക്സ്പീരിയൻസ്, അവർ ഏത് മേഖല എക്സ്പെർട്ടൈസ് ചെയ്തേക്കണം. അപ്പൊ തന്നെ ഗൂഗിളിൽ അടിച്ചു കൊടുക്കും എന്താണ് ഹിസ്റ്ററി കിട്ടിയപ്പോ തന്നെ, എന്നിട്ട് ഇവർ ചെയ്യുന്നുള്ളൂ. അപ്പൊ അതില് ഒരു പരിധി വരെ ഞാൻ ആരായിരുന്നു, എന്റെ ഹിസ്റ്ററി എന്താണ്, ഇതൊക്കെ നോക്കിക്കൊണ്ട് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. പഴയതല്ല, ഇപ്പൊ കുറച്ചും കൂടെ ക്ലിസ്റ്റർ ക്ലിയർ ആണ് കാര്യങ്ങൾ. തീർച്ചയായിട്ടും. അപ്പൊ അതായത് നല്ല നടപ്പില്ലെങ്കിൽ ഈ ചന്ദനകൃഷിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. മനസ്സിലായി. നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് ആളുകൾ തന്നെ നമ്മുടെ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ആദ്യ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ശ്രമകരമായിട്ടുള്ള കാര്യമായിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരെ കറക്റ്റ് ഒരു ക്ലിയർ കട്ട് ഐഡിയ അവർക്ക് ഉണ്ടാക്കിയെടുത്തത്? തീർച്ചയായിട്ടും ഞങ്ങളിത് ഈ പ്രൊജക്ട് 2 വർഷമായി ഞാൻ ബാക്കിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ആദ്യം പ്രൊജക്ട് കേട്ടപ്പോൾ തന്നെ എൻ്റെ ബ്രദറാണ് ഈ പ്രൊജക്ട് ഇങ്ങനെ സംഭവം ചെയ്താലോ എന്ന് ചോദിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു വേണ്ടാത്തവർ നിൽക്കണ്ടല്ല, ഈ ഇപ്പൊ തന്നെ അത് കുഴപ്പമില്ലാത്തൊരു ബ്രാൻഡ് നെയിം ഒക്കെ ഉണ്ട്, വേണ്ടാത്ത കുരുവാലത്തിന് പിടിക്കണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ വേണ്ടാന്ന് വെച്ചു. പക്ഷെ ബ്രദർ വിട്ടില്ല, വീണ്ടും ഒരു റിസർച്ച് നടത്തി അത് കറക്റ്റ് ഒരു പ്രൊജക്റ്റ് ആക്കി എന്നെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇക്ക ഒരു ദിവസം എവിടെ പോരുത് നമുക്കൊന്നിരിക്കണം. അപ്പൊ ഞാനിത് കേട്ട മൈൻഡ് ചെയ്യാറില്ല. അങ്ങനെ ഒരു ദിവസം രാവിലെ വീട്ടിൽ വന്നു, എല്ലാം ഫോണൊക്കെ മാറ്റി വെക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രൊജക്ട് കൊണ്ടുവന്ന് നമുക്ക് തോന്നി സംഭവം കൊള്ളാലോ. അപ്പൊ അങ്ങനെയാണ് ഇതൊരു തീരുമാനം എടുത്തു. വീണ്ടും ബ്രദറിന്റെ കൂടെ ഞാൻ കുറെ സ്ഥലങ്ങൾ സന്ദർശിച്ചു, അത് ബോധ്യപ്പെട്ടു. അങ്ങനെ അതിനുശേഷം കഴിഞ്ഞ നവംബർ 16-ാം തീയതി നമ്മുടെ എറണാകുളത്ത് പാലാരിവട്ടത്തുള്ള ഹോട്ടലിൽ ഞങ്ങളെ ഫസ്റ്റ് ഞങ്ങളുടെ ടീമിന്റെ ഒരു മീറ്റിംഗ് വിളിച്ചു. അപ്രോക്സിമേറ്റ് ഒരു 350-400 പേരുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഞങ്ങളുടെ കൂടെ വർഷങ്ങളായിട്ട് കൂടുതലുള്ള ഭൂരിഭാഗം വരും. പക്ഷേ ഇത് കേട്ടപ്പോൾ തന്നെ ഇവരൊക്കെ ആകെ ഡെസ്പായി പോയി. ഞങ്ങള് ഈ കമ്പനി വിശ്വസിച്ച് നിന്നിട്ട് ഇതൊരു ആട് തേക്ക് മാഞ്ചിയത്തിലേക്ക് ഞങ്ങൾ പോവുകയാണോ, ഞങ്ങളുടെ ഭാവി നഷ്ടപ്പെടുകയാണോ, കണ്ണിൽ ഇരുട്ട് കയറുകയാണെന്നൊക്കെ പലർക്കും തോന്നിയെന്ന് പറയാം. കാരണം ഈ പ്രൊജക്ട് അവതരിപ്പിച്ചപ്പോ ഞങ്ങള് ആദ്യമേ കേൾക്കുമ്പം അവർ കേട്ടിരിക്കുന്ന മറ്റേ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച എപ്പോഴും പേടിക്കുമല്ലോ. മനസ്സിലാക്കേണ്ട കാര്യം എന്റെ കൂടെ 26 വർഷമായിട്ട് എന്റെ കൂടെ നിൽക്കുന്നവരുണ്ട്. ഓക്കെ, ഇവര് പോലും ഈ പ്രൊജക്ട് കേട്ടപ്പോ ആകെ വല്ലാത്തൊരു അവസ്ഥയിൽ എത്തിയെന്ന് പറഞ്ഞു. ഇപ്പൊ സെറ്റായി. ആദ്യം കേട്ടപ്പോ ഫസ്റ്റ് വന്നത് അവർക്കൊരു പേടിയാണ്, പക്ഷെ ആ പേടി നമ്മൾ മാറ്റിയെടുത്തു. ആ പേടി ഇത് മോർണിംഗിലാണ് ഈ പ്രൊജക്ട് അനൗൺസ് ചെയ്തത്. അപ്പോൾ ലൈഫ് ടൈമില് എല്ലാവരും ആകെ ഒരു വല്ലാത്ത മൂഡിലായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇത് കൺവിൻസ് ചെയ്ത് എല്ലാവർക്കും ഇത് ബോധ്യപ്പെടുത്തി കൊടുത്തു. അപ്പൊ ഇതേ സാഹചര്യം തന്നെയാണ് പുറത്തുള്ളവർക്ക് എന്നെ അറിയാത്തുള്ളത് ഞാൻ പറയുമ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? എന്നെ അറിയാവുന്നവരോട് പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെ, നമ്മുടെ ആൾക്കാരോട് പറഞ്ഞില്ല. അതിന്റെ കാര്യത്തേ ഉള്ളൂ. മനുഷ്യന്മാരെപ്പോഴേ നെഗറ്റീവ് ഇമ്പോർട്ടൻസ് കൊടുക്കും. അതായത് ആടുത്തേക്ക് മാഞ്ചി എന്താണ് പലർക്കും ഇപ്പോഴും അറിയുന്നത്, പക്ഷെ അത് എന്തോ സ്കാം ആണെന്ന് അറിയും. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇത് പറയുമ്പോ 5 സെന്റ് ഭൂമി ഈ സാധനം അല്ലേ, അത് നേരെ അങ്ങോട്ടേക്ക്. അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് ആണുള്ളത്. പിന്നെ ആ വീരപ്പം കട്ടിരുന്ന സാധനമല്ലേ, ഇത്ര അറിയുള്ളൂ. പക്ഷെ കേൾക്കുമ്പോ തന്നെ അയ്യോ വേണ്ടട്ടാ എന്നൊരു ഡിസിഷൻ ഇവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഇന്നർ വേൾഡ് ഉണ്ടെന്നാ പറയാം. ഈ ഇന്നർ വേൾഡില് നമ്മുടെ ആള് വന്ന് പറയും വേണ്ടാത്തവർ നിൽക്കണ്ടട്ടാ പറയുന്ന പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആദ്യം കുറച്ച് സ്ട്രഗ്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഓൾറെഡി പല മാധ്യമങ്ങളുടെയും എല്ലാം ഇത് ഓൾറെഡി ഓരോരുത്തരെയും ഞങ്ങൾ അവയർനെസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. ഇപ്പൊ ഏകദേശം ഞങ്ങള് ഒരു 65ഓളം പ്രൊജക്റ്റ് ഇപ്പൊ സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞു. ഒരുപാട് പേര് അഡ്വാൻസ് തന്നിട്ടുണ്ട്. അപ്പം അവയർനെസ് ക്ലാസ്സുകളും സെഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്? യെസ്, എല്ലാത്തിനും ഞങ്ങൾ 15 ദിവസം കൂടുമ്പോൾ ഇവിടെ എറണാകുളത്ത് പ്രോഗ്രാം വയ്ക്കുന്നുണ്ട്. അത് കൂടാണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഉണ്ടായിരുന്നു, തൊടുപുഴയിലുണ്ടായിരുന്നു, ഈരാറ്റുപേട്ടയിൽ, പിന്നെ മലപ്പുറത്ത്, വയനാട്, കോഴിക്കോട്, കണ്ണൂർ പല സ്ഥലങ്ങളായിട്ട്
ഇങ്ങനെ അവയർനെസ് പ്രോഗ്രാമിൽ കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പൊ ക്ലിയർ കട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്ത് എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ്, എങ്ങനെയായിരിക്കും അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ കൊടുത്തിട്ടാണ് നമ്മൾ പ്രോജക്റ്റിലേക്ക് അവരെ ക്ഷണിക്കുന്നത് അല്ലേ? യെസ്, തീർച്ചയായും. അപ്പോൾ ഞങ്ങൾ അവർക്ക് കൊടുക്കുന്ന അഡ്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റ് ബിഫോർ ഇൻവെസ്റ്റിംഗ്. അതായത് താങ്കൾ ഒരു 10 ലക്ഷം രൂപ ഈ പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ താങ്കൾക്ക് ഒരു 10 to 15 ഇയേഴ്സ് കൊണ്ട് 2 കോടി മുതൽ 5 കോടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ചാൻസ്. ഓക്കെ. പക്ഷേ ഇത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം പ്രോപ്പർട്ടി വന്ന് കാണണം. ഈ പ്രോപ്പർട്ടി വന്ന് കണ്ടിട്ട് വേണം നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യത്തെ ഒരു അഡ്വൈസോട് കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ തന്നെ ആഴ്ചയിൽ ഇവിടുന്ന് ബസ്സും ട്രാവലറൊക്കെ ആയിട്ട് ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവർ ജസ്റ്റ് കയറിയിരിക്കുന്നു, വരുന്നു, കാണുന്നു, ഇഷ്ടപ്പെടുന്നു. ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഇന്ന് വന്ന് കണ്ടിട്ടുള്ള ഒരാൾ പോലും നോ എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് കേട്ടോ. വന്നവരൊക്കെ ഓക്കെയാണ്. പിന്നെ അവരുടെ പേയ്മെന്റ് ടേംസ് മാത്രമേ ഒരു ഡിലേ പോകുന്നുള്ളൂ. ഇപ്പൊ ഏകദേശം 280ഓളം പേര് ബുക്ക് ചെയ്തിട്ടുണ്ട്. 250. അത് 2 lakhs 1 lakh പല എമൗണ്ടിൽ തന്നിട്ട് അങ്ങനെ ബുക്ക് ചെയ്തവരായിരിക്കും. അടുത്ത ദിവസം അത് രജിസ്റ്റർ ചെയ്യും. അപ്പൊ ഇതാണ് ഫസ്റ്റ് തന്നെ ഞങ്ങൾ അവയർനെസ് കൊടുത്തിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ചന്ദനത്തെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് അവർക്ക് ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യും. ഗവൺമെന്റിന്റെ സൈറ്റിലും ഇത് ഗവൺമെന്റ് സപ്പോർട്ടിംഗ് ആണോ, അതേപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി 5 നമ്മുടെ കേരള ഗവൺമെന്റ് 50 കോടി രൂപ ചന്ദന കൃഷിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടാണ് അവരിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ആകുമ്പോൾ വളരെ ശക്തിയുള്ള ഒരു ടീം തന്നെ നമ്മുടെ പുറകിൽ വേണം. അപ്പം എങ്ങനെയാണ് നമ്മുടെ ടീമിന്റെ ഒരു സ്ട്രക്ചറും അതുപോലെ എംപ്ലോയീസിനെ എങ്ങനെയാണ് നമ്മൾ ഡ്യൂട്ടി അസൈൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ പ്രോജക്റ്റിൽ? യെസ്, ഓക്കെ. അതായത് ഒരു ബിസിനസ് സക്സസ് ആവണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ, കുറെ ഘടകങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമതായിട്ട് നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വേണം. ഇതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. ഇനി ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടായാൽ മാത്രം പോരാ, നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ശക്തമായിട്ടുള്ള ടീം വേണം. ടീം വർക്ക്. യെസ്. ആ ടീം ആ ടീം മാത്രം പോരാ, അവർക്ക് അതിനുള്ള ഒരു ലക്ഷ്യം. അപ്പൊ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത് വെച്ചാൽ ഞങ്ങളുടെ ടീമിന് ഒരു വലിയ സ്വപ്നം അവർക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കണം. അത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് ചവിട്ടിക്കയറാനുള്ള പല ലക്ഷ്യങ്ങളായിട്ട് അതിനെ പീസാക്കിയിട്ട് അവരുടെ ഭാവി, നിങ്ങൾ ഇനി വേറെ എവിടെ പോകണം, നിങ്ങളുടെ ഫ്യൂച്ചറുടെ സേഫ് ആണ് എന്നൊരു കറക്റ്റ് ചെയ്തുകൊണ്ടുള്ള ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ഏതൊരു ബിസിനസ്സിൽ സക്സസ് ആവണമെങ്കിൽ ഒരു മെന്റർ വേണം, ഒരു റോൾ മോഡൽ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ബിസിനസ്സിൽ ഒരു 100% സക്സസിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഞങ്ങൾക്ക് അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അവയർനെസ്സും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഊട്ടിയിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് ഒരു 2 day റെസിഡൻഷ്യൽ ട്രെയിനിങ് ആയിരുന്നു. അപ്പൊ ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്, അതായത് സാധാരണ ഒരു ശരാശരി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ബ്രെയിനിൽ ബിസിനസ് ചെയ്യാനുള്ള ഡാറ്റ വേണം. ഇതൊരു 18-20 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയുടെ, ഒരു വിദ്യാർത്ഥിയുടെ ബ്രെയിനിൽ അത് ഉണ്ടാവില്ല. പഠിക്കാനുള്ള ഒരു ഡാറ്റ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ ഡാറ്റയിലേക്ക് ഞങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡാറ്റയിലേക്ക് ഇൻഫർമേഷൻസ് കൊടുക്കണം. ഈ ഇൻഫർമേഷൻ ഒരു നോളജ് ആക്കി മാറ്റണം. ഓക്കെ. ഈ നോളജിനെ പുതിയ ഇൻസൈറ്റ്സ് കൊണ്ടുവന്നിട്ട് അതിനെ വിസ്ഡം ആക്കി മാറ്റുമ്പോഴാണ് ഇതൊരു സക്സസിലേക്ക് എത്തുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കണം, ഒന്നുമില്ലാത്തൊരു ബ്രെയിനിലേക്ക് ഈ 5 പ്രോസസ്സിങ്ങിലൂടെ കൊടുത്തിട്ട് അതിന് ശക്തമായ ഒരു സ്വപ്നം കൊടുത്ത് ഗോള് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതില്ലാതെ ശക്തമായ ഒരു നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല. എനിക്ക് ഇനി ചോദിക്കാനുള്ളത്, നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ എങ്ങനെയാണ് പിച്ച് ചെയ്യുന്നതെന്നുള്ളതാണ്. നമ്മളെപ്പറ്റി കേട്ടറിഞ്ഞ് വരുന്നവരാണോ, അത് നമ്മൾ അങ്ങോട്ട് ചെന്ന് മീറ്റ് ചെയ്ത് കൺവിൻസ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ആണോ നമ്മുടെ ലിസ്റ്റിൽ കൂടുതലുള്ളത്? ഓക്കെ, ഇത് രണ്ടുമുണ്ട്. അതായത് ഞങ്ങള് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പഠിച്ചൊരു പാഠം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആരെയൊക്കെ അറിയാം എന്നുള്ളതല്ല, നിങ്ങളെ ആർക്കൊക്കെ അറിയാം. ഈ ഒരു പോയിന്റ് മനസ്സിലായി? അതായത് നിങ്ങൾക്ക് വളരെ കുറച്ച് ആൾക്കാർ അറിയാൻ പറ്റുള്ളൂ, പക്ഷെ നിങ്ങൾ ആർക്കൊക്കെ അറിയാം. അതായത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഇത് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. അതായത് PMP എന്ന് പറയും, പേഴ്സണൽ മീഡിയ പ്ലാറ്റ്ഫോം. ഇതിലൂടെയാണ് ഇതിന്റെ മാർക്കറ്റിംഗ് നടക്കുന്നത്. അതായത് ഇപ്പൊ താങ്കളെ ഞാൻ പരിചയപ്പെട്ടു, ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, എൻ്റെ ഒരു ബിസിനസിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഞാൻ താങ്കളൊന്ന് ആഡ് ചെയ്തോട്ടെ. അപ്പൊ താങ്കൾ ആയിക്കോട്ടെ. അപ്പൊ താങ്കളുടെ സമ്മതത്തോടു കൂടി ഞാൻ താങ്കളെ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു. പിന്നെ എന്റെ പ്രോസസ്സിംഗ് താങ്കളെ ചന്ദനം പേടിപ്പിക്കല്ല, ഇതിനെ കുറിച്ചുള്ള നോളജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് ഞങ്ങൾ ഡെയിലി ഇതിന്റെ ഒരു 1.5 മിനിറ്റുള്ള വീഡിയോസ് ഞങ്ങൾ ഡെയിലി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഇത്ര പറയുന്നുള്ളൂ. ഇപ്പോ അതിന് ഞങ്ങൾ പറയുന്ന ഇത്രേ ഉള്ളൂ, ഒരു കുളം
നമ്മളൊരു കുളം കുഴിക്കാൻ വിചാരിച്ചു. ഈ കുളത്തിലേക്ക് ചെറിയ മീനുകളെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വാട്സപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ് തന്നെ ഒരു കുളമാണ്. ആ കുളത്തിലേക്ക് വരുന്ന ചെറിയ മീനുകളാണ്. ചെറിയ മീനുണ്ട്. ഈ മീനുകൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യും, എല്ലാ ദിവസവും ചെറിയ ഭക്ഷണം കൊടുക്കും. അതാണ് നമ്മുടെ ഈ 1.5 മിനിറ്റുള്ള വീഡിയോ, പിന്നെ പേപ്പറിലെ ന്യൂസ്, അങ്ങനെ പലതും കൊടുക്കും. അവരെ നമ്മൾ ഫീഡ് ചെയ്യും, പ്രോപ്പറായിട്ട് ഫീഡ് ചെയ്യണം. അങ്ങനെ അവിടെ കിടന്ന് ഈ ഫിഷുകള് ഫീഡ് ചെയ്ത് മെച്യൂർഡ് ആവും. മെച്യൂർഡ് ആവുമ്പോ ഈ കസ്റ്റമർ ചോദിക്കും, സംശയങ്ങൾ ചോദിക്കും. ഈ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ വെയിറ്റ്. ഞങ്ങളുടെ ഡെയിലി ഞങ്ങൾ ട്രെയിനിങ് പ്രോഗ്രാം സൂമിലുണ്ട് രാവിലെ 8 മണിക്ക്. ഞാനൊരു 3.5 വർഷത്തോളം അത് നിർത്താതെ കണ്ടിന്യൂ ചെയ്യുന്ന പ്രോഗ്രാമാണ്. രാവിലെ 8 to 9:30 വരെ നേരെ ഇവരെ ഇൻവൈറ്റ് ചെയ്യും. അങ്ങനെ അവർ സൂമിൽ കയറുന്നു. അപ്പൊ സൂമിൽ കയറുമ്പോ അവിടെ കുറെ വിജയിച്ച ആളുകളുണ്ട്, അതേപോലെ പ്ലോട്ട് വാങ്ങിയ ആളുണ്ട്. അപ്പൊ ഇവരിതൊക്കെ കേൾക്കണം, വിജയിച്ചവരുടെ കഥകൾ കേൾക്കുമ്പോൾ അവർക്ക് ഒന്നും കൂടെ എന്തായി ഒരു കോൺഫിഡൻസ് വരാം, ട്രസ്റ്റ് അവർ ബിൽഡ് ചെയ്യും. അവർക്കറിയാം സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ നേരിട്ട് കാണുകയാണ്, സംസാരിക്കുകയാണ്, മിങ്കിൾ ചെയ്യാണ്. അപ്പൊ അവരിത് കണ്ടു. അപ്പോഴും അവരെങ്ങനെ ഓക്കെ കുഴപ്പമില്ല അപ്പോൾ ഡിസിഷൻ എടുത്തിട്ടുണ്ടാവില്ല, ഞങ്ങൾ ചോദിക്കില്ല. എന്നിട്ട് അവരുടെ അടുത്ത ദിവസം ഞങ്ങൾ 2 ആഴ്ച കൂടുമ്പോൾ എറണാകുളത്ത് ഒരു ഫിസിക്കൽ പ്രോഗ്രാം നടക്കുന്നുണ്ട്, അവിടേക്ക് ഒന്ന് വരാൻ വേണ്ടി പറയും. അങ്ങനെ അവർ അവിടെ വരുന്നു, ഞങ്ങളുമായിട്ട് റാപ്പോ ബിൽഡ് ചെയ്യുന്നു. അങ്ങനെ അതൊരു ബിസിനസ് ആക്കി മാറ്റുന്നു. അവരെ വയനാട്ടിൽ കൊണ്ടുപോയിട്ട് ക്ലോസ് ചെയ്യും. ഇതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഒരു പ്രോസസ്സാണ്. ഡിഫറെന്റ് മെത്തേഡ്, അതായത് സാധാരണ മാർക്കറ്റിംഗ് രീതിയിൽ നിന്ന് വിട്ടുകൊണ്ട് വേറെ രീതിയിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് 28,000 പ്ലോട്ട് വിറ്റ് തീർക്കണമെങ്കിൽ സാധാരണ മാർക്കറ്റിംഗ് പറ്റും. അപ്പൊ ഒരു ഡിഫറെന്റ് ആയിട്ട് ചെയ്താലേ വലിയ പ്രൊജക്ട് ആണ്. ഇമോഷണലി ആൾക്കാരെ കണക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും. അവരെ വെറുതെ പറയുക മാത്രമല്ല, പ്രോപ്പറായിട്ട് എവിഡൻസ് സഹിതം അവരെ കാണിച്ച് അവരെ ചെയ്തിട്ടാണ് അവരെ നമ്മൾ പ്രോജക്റ്റിലേക്ക്. അപ്പോ ഞാൻ ടീമിനോട് പറഞ്ഞ കാര്യത്തിലുള്ളൂ, നിങ്ങൾ ഒരു കുളം കുടിക്കും, എന്നിട്ട് എന്ത് ചെയ്യണം, ഞാൻ ചെയ്ത പോലെ നിങ്ങൾ ചെയ്യണം. ഓരോരോ മീനുകളെ അവരും പിടിക്കണം. അവർ പിടിച്ചിടുന്നു, ഞാൻ കൊടുക്കുന്ന ഭക്ഷണം അവർക്കും കൊടുക്കും. അപ്പൊ എന്തായി, ഈ പ്രോസസ്സിംഗ് വരുമ്പോ ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്ന ഒരാള് നാളെ ഞങ്ങളുടെ അംബാസഡർ ആയിട്ട് മാറും. കാരണം ഇദ്ദേഹം വാങ്ങുന്നതിന് ഫുൾ അവയർനെസ് ആൾ കിട്ടി. ഇതാണ് 10 ആളുകൾ പറയുന്നുണ്ട്, പബ്ലിസിറ്റി. അങ്ങനെ സാധനം കയറി അങ്ങനെ ഇരട്ടി മനസ്സിലായി. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പ്രോജക്റ്റ് ഓൾറെഡി വയനാട് തുടങ്ങി കഴിഞ്ഞു, 20 തൈകളും നട്ട് കഴിഞ്ഞു. ഇനി അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അപ്പൊ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഇനിയുള്ള ഓരോ സ്റ്റെപ്പുകളും എന്തൊക്കെയായിരിക്കും? ഇവിടെ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം വേറൊരു ഭീതിയുണ്ട്. താങ്കൾ ചോദിച്ചില്ല, ഞാൻ തന്നെ അങ്ങോട്ട് പറയാം. 5 സെന്റ് ഭൂമി ഞാൻ താങ്കൾക്ക് വിറ്റു, 10 ലക്ഷം രൂപ അല്ല 12 ലക്ഷം രൂപ. ഇത് ഒരു 5 കൊല്ലം കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു മതി, ഓക്കെ എന്ന് തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതൊരു നെഗറ്റീവ് ചോദ്യം നിങ്ങൾ ചോദിക്കുന്നത്, ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. ഓക്കെ, അപ്പൊ അതില് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് കറക്റ്റ് ആയിട്ട് റൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ആദ്യം താങ്കൾ ഒന്ന് ഭൂമി കാണുന്നു, ഭൂമി ഇഷ്ടപ്പെടുന്നു, അപ്പൊ അതിനൊരു ടോക്കൺ തരുന്നു, നമ്മൾ എഗ്രിമെന്റ് എഴുതുന്നു. ഈ എഗ്രിമെന്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ സമയം വെച്ച എമൗണ്ട് തരുന്നു, രജിസ്റ്റർ ചെയ്യുന്നു. കഴിഞ്ഞ പാർട്ടി വന്നു, അപ്പൊ തന്നെ പേയ്മെന്റ്, അപ്പൊ തന്നെ പിറ്റേ ദിവസം അവിടെ താമസിച്ചു രജിസ്ട്രേഷൻ ആണ്. എല്ലാം പെട്ടെന്ന്. പിന്നെ ചെയ്യുന്നത്, അപ്പൊ എന്തായി, ഭൂമി നിങ്ങളുടെ പേരില്ല. ഇനി അടുത്ത പ്രോസസ്സിംഗ്, ഈ ഭൂമിയിൽ എനിക്ക് എന്താ കാര്യം? കാരണം താങ്കളുടെ ഭൂമിയല്ലേ, വിൽക്കുന്നത് വരെ നമ്മുടെ കാര്യം. വിറ്റപ്പോ എന്തായി, വിറ്റ് കഴിഞ്ഞ് ഇനി എന്താവും എന്നുള്ളൊരു പേടി. ഇപ്പൊ ഒരു സിനിമയിൽ ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിൽ എന്താ പോലീസുകാർക്ക് കാര്യം? അല്ല, ഇതേപോലെ തന്നെ താങ്കൾ ചോദിക്കുകയാണ്, എന്റെ ഭൂമിയിൽ നിങ്ങൾക്ക് എന്താ കാര്യം? അപ്പൊ ആദ്യം ഞങ്ങൾ ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ, താങ്കള് ഈ ഭൂമി എനിക്ക് ജസ്പേഡ് കമ്പനിക്ക് പാട്ടത്തിന് തരാം. ഓക്കെ, ഒരു എഗ്രിമെന്റ് വെക്കാം. ഈ എഗ്രിമെന്റ് പ്രകാരം താങ്കൾ 15 കൊല്ലത്തേക്ക് താങ്കൾ എനിക്ക് കൃഷി ചെയ്യാൻ വേണ്ടിട്ട് തരുന്നു. അപ്പൊ ആ കൃഷി വാട്ടവർ ഞാൻ എന്തും ചെയ്യണം, അത് ചെയ്തിട്ട് അതിന് താങ്കൾക്ക് പ്രതിഫലമായിട്ട് അവിടെ എന്ത് കൃഷി ചെയ്തോട്ടെ താങ്കൾക്ക് 5,000 rupees വർഷത്തിൽ തരാന്ന് പറയുന്ന എഗ്രിമെന്റ് ആദ്യം ചെയ്യണം. അപ്പൊ താങ്കൾ 15 കൊല്ലം കൊണ്ട് 75,000 രൂപ കിട്ടും. ഇതാണ് ആദ്യത്തെ ഒരു താങ്കൾക്ക് കിട്ടുന്ന ഫസ്റ്റ് റിട്ടേൺ. ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു എഗ്രിമെന്റ് അങ്ങോട്ട് വയ്ക്കും, ഞങ്ങളവിടെ കൃഷി ചെയ്യും. ഓക്കെ, അതിനു പുറമെ 20 ചന്ദനത്തെ ഇങ്ങനെ വെച്ചു. ഈ 20 ചന്ദനത്തെ ഞങ്ങള് പരിപാലിക്കും, കള്ളന്മാരെ കൊടുക്കാതെ പ്രൊട്ടക്ട് ചെയ്യും, എല്ലാം ഞങ്ങൾ ചെയ്യും. ഓക്കെ, അതിന് വർഷത്തിൽ 10,000 രൂപ ഇങ്ങോട്ട് തരും. ആദ്യം 5,000 അങ്ങോട്ട് തരുന്നു, 10,000 ഇങ്ങോട്ട് തരുന്നു. ഓക്കെ, അപ്പൊ ഞങ്ങള് 15 വർഷം കൊണ്ട് 1.5 ലക്ഷം അങ്ങോട്ട് തരും. നിങ്ങള് 15 കൊല്ലം കൊണ്ട് 75,000 പ്രത്യക്ഷത്തിൽ 75,000 രൂപ ചെലവ്. ക്ലിയർ ആയാലോ? തീർന്നില്ല കേട്ടോ, 5 കൊല്ലം മുങ്ങണ്ട കേസ്. അപ്പോ
അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു എഗ്രിമെന്റ് നിങ്ങളായിട്ട് ആ എഗ്രിമെന്റ് ഇൻക്ലൂഡ് ചെയ്യണം. ഇതില് 10 മുതൽ 15 വർഷം മെച്യൂരിറ്റി ആകുമ്പോൾ നിങ്ങൾക്കാണ് ഇതിന് പണം കിട്ടണം. അതായത് നിങ്ങളുടെ ഭൂമിയിലാണല്ലോ ചന്ദനത്തെ വെച്ചിട്ടുള്ളത്. ഇതിന്റെ ഇപ്പൊ താങ്കളുടെ ഭൂമിയിൽ നിന്ന് ഞാൻ ചന്ദനം മുറിച്ച് വിറ്റാൽ പ്രോപ്പർട്ടി ഓണർക്ക് ട്രഷറി പോയ പൈസ കിട്ടുള്ളൂ. ഇത് വേറെ ഒന്നും കിട്ടില്ല. ഞാൻ എന്ത് ചെയ്തൊരു കാര്യമൊന്നുമില്ല. അപ്പോ ഈ ചന്ദനമരം മുറിച്ചിട്ട് ഇവിടെ ആദ്യം ചെയ്യേണ്ട ജോലി ഇത് 50 സെന്റിമീറ്റർ ചുറ്റളവ് എത്തുന്നത് മുറിക്കാം. അപ്പോൾ ഏകദേശം 20 കിലോ കാതൽ അതിൽ നിന്ന് കിട്ടും. അപ്പൊ ഇന്നത്തെ റേറ്റ് അനുസരിച്ചിട്ട് ഒരു 1.5 ലക്ഷം രൂപ, 1,52 ലക്ഷം രൂപ ഈ 20 മരത്തിൽ നിന്ന് കിട്ടും. അതേസമയം ഒരു 15 കൊല്ലം കഴിഞ്ഞാൽ ഏകദേശം ഞങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു എമൗണ്ട് ഒരു 5 കോടി രൂപ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ 5 കോടി താങ്കൾക്ക് ഞങ്ങൾ വാങ്ങി തന്നാൽ ഞങ്ങൾക്ക് എന്ത്? അതാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. അപ്പൊ അതിൽ വെക്കുന്ന ഒരു എഗ്രിമെന്റ് നിങ്ങൾക്ക് കിട്ടുന്ന തുക 80 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ 5% ഞങ്ങൾക്ക് തരണം. അത് എഗ്രിമെന്റിൽ ഉണ്ടാവും. അപ്പൊ 5% എന്ന് പറയുമ്പോൾ 5 കോടിയുടെ 5% 25 ലക്ഷം രൂപ. ഓക്കെ. അപ്പോ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് 2 ഏക്കറാണ്. 2 ഏക്കറിനെ 40 ആക്കി കൊടുക്കും. അങ്ങനെ ഒരു പ്രൊജക്ടിൽ 40 പ്ലോട്ടുകൾ. അതിലൊരാളാണ് താങ്കൾ. അപ്പൊ താങ്കൾ എനിക്ക് 25 ലക്ഷം, ബാക്കി 39 ആൾ 25 ലക്ഷം രൂപ തരുമ്പോ എന്റെ റവന്യൂ 10 കോടി രൂപ. ഇതേപോലെ 700 പ്രൊജക്റ്റ് ആണ് 5 കൊല്ലം കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ചെറിയ കുറച്ച് ലാഭം കിട്ടും. അപ്പൊ പിന്നെ നിങ്ങൾ സംശയത്തിന് അടിസ്ഥാനം ഇല്ലല്ലോ അല്ലെ? അതുകൊണ്ട് ഞാൻ ആദ്യം അങ്ങോട്ട് പറയാൻ കാരണം ഈ മനസ്സിൽ ഉണ്ടാവണ്ട, ചിലപ്പോ വിഷമം കൊണ്ട് ചോദിക്കില്ല. ആ ചോദ്യം അങ്ങോട്ട് വേണ്ടെന്ന് വെച്ച് മനസ്സിലായി. അപ്പം ഒരാൾക്ക് 3 മുതൽ 5 കോടി വരെ രൂപ ലാഭമായിട്ട് കിട്ടുമെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാണെന്നൊന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റും? അതായത് പറഞ്ഞല്ലോ ചന്ദനം അല്ലെ, വീരപ്പൻ ഓൾറെഡി നല്ല റേറ്റ് ഉള്ള സാധനം. അപ്പൊ റേറ്റ് എന്ന് മനസ്സിലായി. ഇതില് 1980-കളിൽ, അതായത് ഇത് ടിപ്പു സുൽത്താൻ ഇവിടെ ഭരിക്കുന്ന കാലത്താണ് ഈ ചന്ദനം ഒരു രാജകീയ വൃക്ഷമായിട്ടാണ് ഇതിനെ അലങ്കരിച്ചു പോന്നിരുന്നത്. ഇത് മറ്റുള്ള ആരും വീട്ടിൽ നടാൻ പാടില്ല, അത് കുറ്റകരമായിരുന്നു. രാജാക്കന്മാരുടെ അവരുടെ സ്ഥലത്ത് മാത്രമേ ഇത് വളർത്താൻ പാടുള്ളൂ. അന്നൊരു ചിട്ടൊക്കെ അന്ന് ഉണ്ടായിരുന്നു. ഇത് 2002-ലാണ് ഒരു നിയമം ഭേദഗതി കൊണ്ടുവന്നു. ചന്ദനം എല്ലാവരും വീട്ടിൽ വളർത്തിക്കോളും, കുഴപ്പമൊന്നുമില്ല, പക്ഷേ മുറിക്കാൻ പാടില്ല. ഓക്കെ. അപ്പൊ അന്നത്തെ നിയമം എങ്ങനെയായിരുന്നു? ചന്ദനം താങ്കൾ വീട്ടിൽ വെച്ചോ, പക്ഷെ മുറിക്കേണ്ട സമയത്ത് ഞങ്ങൾ അറിയിക്കണം ഫോറസ്റ്റിന്. അവര് വന്ന് ഫോറസ്റ്റുകാർ തഹസിൽദാരെ അറിയിക്കും. തഹസിൽദാർ മുറിക്കാൻ ആളെയും കൊണ്ട് വന്നിട്ട് മുറിച്ചോളൂ. അപ്പൊ മുറിക്കണ പൈസയും ആ ചെലവും പ്ലസ് 30% ഗവൺമെന്റ് കൊടുക്കണം. ഇതായിരുന്നു 2002-ലെ നിയമം. അതിനുശേഷം 2012 നിയമത്തിൽ കുറച്ചും കൂടെ ഭേദഗതി വന്നു. 2017 ഈ ഒരു നമ്മുടെ വളരെ കർഷകർക്കെല്ലാം വളരെയധികം ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 30% വേണ്ടാന്ന് പറഞ്ഞു. മാത്രമല്ല ഇതില് 50% തുക ഇതിന്റെ കർഷകന് മുൻകൂട്ടി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിയമം കൂടെ കൊണ്ടുവന്നു. ഓക്കെ. അപ്പോ നമ്മൾ ചന്ദനം മുറിച്ചു അവിടെ കൊടുക്കുന്നു, ഇതിന് ലേലം ചെയ്താലേ പൈസ കിട്ടുള്ളൂ. പക്ഷെ ആദ്യം തന്നെ ഇതിന്റെ കറക്റ്റ് എല്ലാം കാണിച്ച് അവർക്ക് അളവ് എല്ലാം ബോധ്യപ്പെടുത്തി കൊടുത്താൽ 50% കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് ഈ നിയമം കൊണ്ടുവന്നിട്ടും ഇപ്പോൾ ആരും ചന്ദന കൃഷി ചെയ്യുന്നില്ല. അവയർനെസ് ഇല്ല. അപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇത് സെൻട്രൽ ഗവൺമെന്റ് ശ്രദ്ധയപ്പെടുന്നത്. കാരണം 6000 ടണ്ണ് ചന്ദനം വേൾഡിൽ ഒരു വർഷം വേണം. ഇതില് ഏറ്റവും കൂടുതൽ ചന്ദനം വേണ്ട രാജ്യം ഇന്ത്യയാണ്. ഒരു വർഷത്തിൽ 2000 ടൺ വേണം. പക്ഷെ ഇവിടെ കൺസംഷൻ ആകെ 100 ടൺ പോലും ഇല്ല. ഇത് സെൻട്രൽ ഗവൺമെന്റ് ശ്രദ്ധയപ്പെട്ടപ്പോഴാണ് ഇത് ഓൾറെഡി 4 സംസ്ഥാനങ്ങളോട് ചെയ്തോളാൻ പറഞ്ഞത്. അവിടെ ഭൂപ്രകൃതി കൃഷിക്ക് അനുയോജ്യമായിട്ട് 4 സംസ്ഥാനങ്ങളാണ്. ഒന്ന് ആന്ധ്ര, തമിഴ്നാട്, കർണാടക, കേരളം. ഓക്കെ. അങ്ങനെ ഇത് മറ്റു സംസ്ഥാനങ്ങൾ ആദ്യം ഏറ്റെടുത്തു. 2018 നിയമം വന്നേന്ന് തോന്നുന്നു, അത് ഇംപ്ലിമെന്റ് ചെയ്തു. പക്ഷെ എന്നിട്ടും കേരളം ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കഴിഞ്ഞ ഫെബ്രുവരി 5-ാം തീയതിയാണ് നമ്മുടെ കേരള ഗവൺമെന്റ് ബജറ്റിലേക്ക് ഈ ചന്ദന കൃഷി കൊണ്ടുവന്നു. അങ്ങനെ കർഷകർക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു. എല്ലാം അനുകൂലമായിട്ടാണ്. മാത്രമല്ല 50 കോടി രൂപ ഈ ചന്ദന കൃഷിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരുപാട് സബ്സിഡി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ലാഭം കിട്ടണം എങ്ങനെയെന്ന് ചോദിച്ചാൽ പറഞ്ഞ 1980 വെറും 20 രൂപ ഒരു കിലോ ചന്ദനത്തിണ്ടായിരുന്നു. 2 രൂപ നോക്കി 20 രൂപ. ഇത് 1990 വന്നപ്പോൾ അതിന്റെ റേറ്റ്
200 രൂപ. ഇത് 2008 വന്നപ്പോൾ 3000 രൂപ, 200-ന് 3000-ലേക്ക് ജമ്പ് ചെയ്തു. വീണ്ടും ഒരു 15 കൊല്ലം 2023 വന്നപ്പോൾ അത് 20,000 രൂപ. 3000 രൂപയാണ് 20,000. അതായത് 7.5 മടങ്ങ് ഗ്രോത്താണ്. അതായത് 15 കൊല്ലത്തെ ഗ്രോത്ത് വന്നിട്ട് 7.5 മടങ്ങ്.